ആഫ്റ്ററിൽ എങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോർട്ട് മോഷൻ ഗ്രാഫിക്സ് ഉണ്ടാക്കാൻ നോക്കട്ടെ. ബിഗിനേഴ്സിന് യൂസ്ഫുള്ളായ ട്യൂട്ടോറിയൽസ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒന്ന് വലിച്ച് ഇവിടെ ഉണ്ടോ, ഡ്രാഗ് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. ന്യൂ കോംബോ ഞാൻ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ടിങ് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആഫ്റ്റർ എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയൽസ് 2-3 മിനിറ്റിൻ്റെ വീഡിയോസായിട്ട് വരും കേട്ടോ. വേണമെന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് എന്ത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കൊടുത്തു ഇങ്ങനൊരു ബോക്സ് വരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് വിഡ്ത്ത്, ഹൈറ്റ്, ഡ്യൂറേഷൻ ഇത്ര മാത്രം നമ്മളൊരു വർക്ക് ചെയ്യാൻ ചിന്തിച്ചാൽ മതി. വേറെ ഇതൊക്കെ പാട് കാണുമ്പോൾ എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ യൂട്യൂബ് സൈസാണ്, അതായത് ഫുൾ HD 90/20 1080. ദെൻ സെക്കൻഡ് ഒരു 8 സെക്കൻഡ് ആണ് മതി. നിങ്ങൾക്ക് ഇനി 15 സെക്കൻഡ് ആണെങ്കിൽ ഇതവിടെ 8 ഉള്ളിടത്ത് 15 ആക്കാം. ഇവിടെ ഫസ്റ്റ് 0 1 മണിക്കൂറാണ്. ഇത് മിനിറ്റ്, ഇത് സെക്കൻഡ്, ഇത് മില്ലി സെക്കൻഡ്, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 8 സെക്കൻഡ് മതി. 8 സെക്കൻഡ് മതി കാണിക്കാനല്ലേ. ഓക്കെ, ഇത് ആഫ്റ്ററിന് മിനിമം ഒരു i5 എങ്കിലും വേണം. ഇത് i7 ആണല്ലോ, തന്നെ 2024 ആഫ്റ്ററിൻ്റെ വേർഷനെ നല്ല ലോഡാവും ഭയങ്കര. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് ഞാൻ ഡ്രാഗ് ചെയ്തില്ല. ഡിഫോൾട്ടിൽ ഇട്ടാൽ മതിയേ. പിന്നെ നമുക്ക് ടൈം ലൈൻ ഒന്നും ഇതാക്കാം. തൽക്കാലം ഇവിടെ നോക്കട്ടെ. നേരത്തെ സമയം 12 മണിയാണ് ട്യൂട്ടോറിയൽ എടുക്കുന്നത്. അത്രയും ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കണ്ടില്ലേ, ഇതിൻ്റെ ട്യൂട്ടോറിയൽസാണ് ഞാൻ ചെയ്യാൻ പോണേ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളിൽ പോയാണ്ട് ഓണം വെക്ടർ എന്നടിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. നമുക്ക് എലമെൻസുകൾ എടുക്കാം, ആനിമേഷൻ ചെയ്യേണ്ട. അപ്പോൾ ഞാൻ സംഭവം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാണ്. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് തുറന്നപ്പം കാണിച്ചു തരാം. ഇങ്ങനെയാണ്. ഞാൻ ഇത് റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് ഗ്രൂപ്പൊക്കെ ചെയ്ത് സംഭവമൊക്കെ ഞാൻ വേറിട്ട് വെച്ചിരുന്നു. വേണ്ടാത്തതൊക്കെ ഞാൻ ഇങ്ങനെ മൂവ്മെൻ്റ് ആക്കി ഇതൊക്കെ ഇങ്ങനെ വെച്ച്. അപ്പോൾ 3 വിധത്തിൽ നിങ്ങൾക്ക് ഇത് ആഫ്റ്ററിലെത്തിക്കാം. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓരോ PNG ആക്കിയാണ്ട് സേവ് ചെയ്ത് കൊണ്ടുപോകും. ഓരോ ഫോൾഡർക്ക് ഓരോ നിങ്ങൾക്ക് വേണ്ട മാത്രം ഇതിന് ബാക്ക്ഗ്രൗണ്ട് വേറെ ആക്കാൻ തോന്നില്ല. നമുക്ക് ഇതിന് ഓരോ സെപ്പറേറ്റ് വേണം ആനിമേഷൻ ചെയ്യണമെങ്കിൽ. അതൊന്ന്. സെക്കൻഡ് മെത്തേഡ് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ അത് കട്ട് ചെയ്ത് Ctrl+X കൊടുത്ത് കട്ട് ചെയ്ത്. ദെൻ ലെയേഴ്സ് ഇവിടെ വിൻഡോസിൽ ലെയേഴ്സ് കാണുന്നില്ല. ഇവിടെ പോയി വിൻഡോസിൽ ലെയേഴ്സ്. ഓക്കെ, ഇവിടെ എന്താ ലെയേഴ്സ് ഞാൻ ഒരു ലെയർ ഉണ്ടാക്കി. ഓക്കെ, ദെൻ Ctrl+Shift+B. ഇപ്പം കണ്ടില്ലേ, ഈ ലെയർ ആയിട്ട് വന്നു. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് അത് Ctrl+X കൊടുക്കുക, കട്ട് ചെയ്യുക, ലെയർ ഉണ്ടാക്കുക, Ctrl+Shift+V കൊടുക്കുക, ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യുക. അതായത് ബാക്കി പറഞ്ഞാൽ ഇവിടെ വേസ്റ്റുകൾ ഉണ്ടാകും, കുറേ ലെയറുകൾ ഒക്കെ ഡിലീറ്റ് ചെയ്താണ്ട് സേവ് ചെയ്താൽ ആഫ്റ്ററിൽ ഇറക്കിയാൽ ഓരോ ലെയർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഫ്റ്ററിൽ ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ 3ാമത്തെ മെത്തേഡ്, അതായത് വിൻഡോസിൽ ഞാൻ ഓവർലോഡ് പറഞ്ഞ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല ഈസി ആയിട്ട് ആഫ്റ്ററിൽ എത്തിക്കാം. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് നോക്കിയാണ്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതായത് വിൻഡോസിൽ എക്സ്റ്റൻഷനിൽ ഓവർലോഡ് ഇവിടെ ഉണ്ടാവും. ഇതുണ്ടോ, ആ സംഭവമാണ്, അതിൻ്റെ ബോക്സാണത്. ഇതാണ് നല്ല സുഖ സംഭവം. ഇതിപ്പോൾ ഞാൻ അൺഗ്രൂപ്പ് ചെയ്യട്ടെ. എനിക്കിതും സെപ്പറേറ്റ് കാണാം. ഇത് നെക്കി എന്നിട്ട് ഇത് എന്താ പുഷ് സെലക്ഷൻ ടു AE. നിങ്ങളിപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇൻസ്റ്റാളൊക്കെ കിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു PNG ആക്കി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്താണ്ട് ലെയറാക്കി ആഫ്റ്റർ ഫയലായിട്ടും കൊണ്ടുപോകാം കേട്ടോ. ഞാൻ പുഷ് എടുത്ത് ഇവിടെ ആഫ്റ്ററിലെത്തി, ഒരു റിസ്ക്കുമില്ല. എന്നിട്ട് നമ്മൾ ഈ ലെയറിനെ സെലക്ട് ചെയ്യുക, S കൊടുക്കുക,
വലുതാ. അതുകൊണ്ടിട്ട് ഇങ്ങനെ വലുതാകാൻ കാരണം എന്താ പറയുക, ആങ്കർ പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് വൈ പ്രസ് ചെയ്യുക, ആങ്കർ പോയിന്റ് കോർണറിൽ മൂവ് ചെയ്യുക. പിന്നെ ബി ആണ്, ബി മൂവ് നെക്കി, പിന്നെ അതിവിടെ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ സെറ്റായി. ദെൻ ഇത് ഞാൻ പുഷ് ചെയ്തു, എടുത്തു, ഇതല്ലോ കൊടുത്തു. ഇത് ഞാൻ എസ് ഈ ലെയറിന് സെലക്ട് ചെയ്തു, എസ് കൊടുത്തു, ആങ്കർ പോയിന്റ് ഉണ്ടല്ലേ വൈ പ്രസ് ചെയ്തു, ആങ്കർ പോയിന്റ് ഇവിടെ കറങ്ങി വെച്ചു. ആങ്കർ പോയിന്റ് ഇതാട്ടോ, ഷോർട്ട് കട്ടാണ് വൈ. ബി ടൂൾ എടുത്തു. ഇപ്പം നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആഫ്റ്റർ അതൊക്കെ കഴിഞ്ഞിട്ട് 2-3 മിനിറ്റിൻ്റെ ട്യൂട്ടോറിയൽസ് ആക്കിയിടണം വിചാരിക്കട്ടെ. കുറേ ആയാൽ എന്താ പറയുക, കാണാൻ ഭ്രാന്ത് പിടിക്കും. ആഫ്റ്റർ പറഞ്ഞാൽ കത്താൻ കുറച്ച് പണി, കത്തിയാൽ നല്ല സുഖമാണ്. അപ്പം അങ്ങനെ ഞാൻ കൊണ്ടുവച്ചു. അപ്പോൾ സംഭവം ഇമ്പോർട്ട് ചെയ്യുന്ന മെത്തേഡും സ്കെയിൽ ചെയ്യാനാണ് വലുതാക്കണം കാണിച്ചു തന്നെ. ലെയർ സെലക്ട് ചെയ്യുക, എസ് വെക്കുക, ഈ എമൗണ്ടാണ് വലുതാക്കുക ചെറുതാക്കുക. അങ്ങനെ അത് സെറ്റ് ചെയ്തു. ഇനി എനിക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്താക്കിയത്, അതൊക്കെ ഒഴിവാക്കിക്കാണ്ട് ഇതൊക്കെ ഞാൻ പുറത്തിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം ഞാൻ JPG ആക്കി. എക്സ്പോർട്ടിൽ പോയി JPG അയച്ചു, JPG ആക്കി വെച്ചത്. അപ്പോൾ ഞാൻ കൺട്രോൾ വൈയാക്കി ഫോൾഡറിൽ പോയിട്ട് JPG എടുക്കുക കേട്ടോ. അതാണ് നമുക്ക് വെക്ടർ ഫയൽ എടുത്താൽ അതിന് ഒരുപാട് എലമെൻറ്റ്സ് കിട്ടും നമുക്ക്. ഇതാ ഓക്കെ. അങ്ങനെ ഞാൻ JPG ഏറ്റവും അടിയിൽ കൊണ്ടുപോയിട്ട് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, എന്നിട്ട് എസ് പ്രസ് ചെയ്തു. സംഭവം ബാക്ക്ഗ്രൗണ്ട് ഞാൻ സ്കെയിൽ ചെയ്തു. അങ്ങനെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോസ് ഇതാണേ, ഇതുണ്ടോ. ഓക്കെ, അങ്ങനെ പ്രസ് ചെയ്തു. ഇതൊന്നും വേണ്ട, എന്തൊക്കെ കാണില്ലേ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, ദെൻ ഒരു ഇത് വരച്ചു. കളറൊരു ഫസ്റ്റത്തെ ഡാർക്ക് ആയിക്കോട്ടെ. വെള്ളത്തിൻ്റെ കളർ കൊടുക്കുക. കളർ ഞാൻ ഇപ്പോൾ കാണിക്കണ മാച്ചില്ല, പക്ഷെ നിങ്ങൾക്ക് മെത്തേഡാണ് കാണിച്ചിരുന്നത്. കളർ മാറ്റാൻ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഫില്ല്, കണ്ടില്ലേ, ഇവിടെ നോക്കിയാൽ അത് വരും. ഇനി എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ എഫക്റ്റുകളുള്ള സ്ഥലം എസെൻഷ്യൽ ഗ്രാഫിക്സ്, ആ ഇൻ്റർഫേസ് ഇവിടെ അതിൽ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്, ഇതിലാണ് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ. ഒരുപാട് ആനിമേഷൻസുകളുള്ള ടെക്സ്റ്റ് ആനിമേഷൻ, ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ, ഇമേജിൻ്റെ ഒരുപാട് സംഭവമുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ തുറന്നാൽ തീരൂല. അപ്പം ഞാൻ ഇതിൽ ടർബുലൻ്റ് ഡിസ്പ്ലേസ് എടുത്താണ്ട് ഞാൻ വരച്ച റെക്റ്റാങ്കിളാണ് ഏറ്റവും മുകളിൽ, ഇതിലോട്ടിട്ടു. കിട്ടിയില്ലേ, ഒന്നുമില്ല, ഡ്രാഗ് ചെയ്യുക, വലിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഒരു വെള്ളത്തിൻ്റെ വേവായില്ലേ. അതവിടെ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. എമൗണ്ടും സൈസും നിങ്ങളിങ്ങനെ ആക്കുക. സൈസ് ഒന്ന് കുറക്കുക, അങ്ങനെ അതിമൊന്നും കൂടുതൽ കളിക്കുന്നില്ല. എമൗണ്ടും സൈസും അഡ്ജസ്റ്റ് ആക്കുക, ഷേപ്പ് നിങ്ങൾ ആക്കുക. അതൊക്കെ നമുക്ക് മനസ്സിലാവില്ല കണ്ടാലേ. ജസ്റ്റ് അങ്ങനെ ചെയ്തു. വലിച്ചൊക്കെ ഇത് നടുവുള്ള വേസ്റ്റ് ആവുന്നത് കാണുന്നുണ്ട്, സ്പേസ് ഉണ്ടാവാനേ എന്തോ കാത്തിരിക്കും, സ്ക്രീനൊന്നും വലുതാവാൻ. അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് വേവ് അനങ്ങണം. ഇതിപ്പോൾ അനങ്ങണില്ലല്ലോ, ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ലെയർ സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേഷൻ ഇതുണ്ടോ, ഇതാണ് അനക്കം എന്ന് പറഞ്ഞത്. 0ലാണ്. ഞാൻ ഈ സ്റ്റോപ്പ് വാച്ച് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സംഭവം നമ്മളെ ഇത് ഓണായി. ഈ കീ ഫ്രെയിം കണ്ടില്ലെങ്കിൽ ലെയർ സെലക്ട് ചെയ്യുക, യു നിൽക്കുക കാണും. ഇപ്പോൾ നമ്മൾ ഓണാക്കിയ സാധനം അവിടെ വന്നതാണ്. എന്നാൽ നമ്മൾ എൻഡിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ 0 ഉള്ളത് നമുക്കൊരു 10 മടങ്ങ് കൊടുത്ത് നോക്കാം. 10 മടങ്ങ് ടൈപ്പ് ചെയ്തു. ഇനി നോക്കട്ടെ കേട്ടോ മൂവ്മെൻറ്റ്. തൽക്കാലം ഇപ്പോൾ നിൽക്കട്ടെ, 10ഓ 15ഓ 8ഓ നിങ്ങളെ ഇഷ്ടമാണ്, സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഞാനൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി, അത് മതി. പിന്നെ കൺട്രോൾ D, അതായത് അതിൻ്റെ കോപ്പി വന്നു. നേരെ കളർ മാറ്റുക കേട്ടോ. കൺട്രോൾ D നിൽക്കുമ്പോൾ ആനിമേഷനോട് കൂടി ഒരു കോപ്പി വരികയാണ്. എന്നിട്ട് ഞാൻ എന്ത് കിട്ടി, കുറച്ച് ലൈറ്റ് കളർ മനസ്സിലാവാൻ വേണ്ടി ലൈറ്റ് ഒന്ന് കൊടുത്ത്, ഒരു ശകലം ഒന്ന് നീക്കുക പൊന്തിക്കുക, എന്താ വെച്ചാൽ ചെയ്യുക. അങ്ങനെ കൊടുത്ത് ദെൻ ഒന്നുകൂടി കൺട്രോൾ D, എന്നിട്ട് ഇത് കളർ മാറ്റുക, ഒന്നുകൂടി ലൈറ്റ്, എന്നിട്ട് അതും ശകലം നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ കോപ്പി എടുത്തത് നമുക്ക്
ലൈറ്റ് കളർ മേലോട്ട് ഇങ്ങനെ പോയിക്കോട്ടെ. ഓക്കെ, മൂന്ന് കളറായില്ലേ. ഇനി എന്ത് ചെയ്യാം, ഒന്നുകൂടി ഞാൻ കോപ്പി എടുത്തു. ഒന്നുകൂടി കോപ്പി എടുത്താൽ ഏറ്റവും മേലക്കിടാൻ കൺട്രോൾ ഷിഫ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ്, അല്ലെങ്കിൽ ഇവിടെ പിടിച്ചതാ ഈ ഭാഗത്ത് ഇവിടെ പിടിച്ച് വലിച്ചിട്ടാൽ മതി കേട്ടോ. അങ്ങനെ അതിൻ്റെ കളറ് ഞാൻ മാറ്റി ഒന്നുകൂടി ലൈറ്റാക്കി. അപ്പോൾ ഇതാ ഏറ്റവും മേലെ വന്ന് നമുക്ക് അടിയിക്കടുണ്ട്. കൺട്രോള് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്താൽ ലെയർ ഇങ്ങനെ താഴോട്ട് പോകണം കാണാം. ഓക്കെ, അങ്ങനെ ലെയർ താഴോട്ട് പോയതാ. തൽക്കാലം അത്ര മതി. കണ്ടില്ലേ വെള്ളത്തിൻ്റെ ഒരു വേവായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, തോണി കൊണ്ടുവരണം. അപ്പോൾ തോണി ഞാൻ ഇതേമാതിരി അൺഗ്രൂപ്പ് ചെയ്തു. ആവശ്യമുള്ള മാത്രം എടുക്കണുള്ളൂ കേട്ടോ. ഓക്കെ, എന്താ പറയുക, വീഡിയോസ് ലെങ്ത്ത് കൂടിയാൽ കാണാൻ ചിലപ്പോൾ അതാ പെട്ടെന്ന് പറയുന്നത്. പിന്നെ രാത്രി 12 മണിയാണ് സമയമില്ലാത്തതുകൊണ്ട് ഉള്ള ഒഴിവനുസരിച്ച് ചെയ്യണം. അപ്പം ആഫ്റ്ററിൻ്റെ ട്യൂട്ടോറിയൽസ് 2-3 മിനിറ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബേസ് ഇല്ലാത്തവർക്ക് വേണമെന്നുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്തു. ഇത് ഞാൻ സെപ്പറേറ്റ് വെച്ചു. എന്നിട്ട് ഇതൊരു ഗ്രൂപ്പാക്കിയാണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയൂലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇതെന്തോ ഉണ്ടല്ലോ അവിടെ. കൺട്രോൾ G കൊടുത്ത് ഗ്രൂപ്പാക്കി നിങ്ങൾ PNG ആക്കി കൊണ്ടുപോയിക്കോളിട്ട്. ഞാൻ എന്താണ് നിൽക്കണം, അത് അവിടെ എത്തി. എന്നിട്ട് ആ ലെയർ ഇപ്പോൾ സെലക്ട് ആണ്. ഞാൻ എസ് കൊടുത്ത് ഒന്നും വലുതാക്കിയത് വല്ലാൻ മതില്ലോ, ഗാണ്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വൈ നിൽക്കുക, ആങ്കർ പോയിന്റ് സംഭവത്തിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് നിൽക്കുക. എന്നിട്ട് ഇതിങ്ങനെ ബി കൊടുത്താൽ മൂത്തോട്ട് കിട്ടും. അല്ലാതെ തോന്നിയില്ലേ. എന്നിട്ട് ഒബ്ജക്റ്റ് വൈ കൊടുത്തു, ആങ്കർ പോയിന്റ് ഞാൻ സംഭവം ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്നു മൂത്തോട് എടുത്തു. ഇനി എന്ത് ചെയ്യുക, എന്താ ചെയ്തത്, കൺട്രോൾ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തു, ലെയേഴ്സ് സെൻറ്ററിൽ ഇട്ടു. വേവിൻ്റെ ഇടയിലേ ഇത് നമ്മൾ തോണി സെറ്റായി. ഓക്കെ, തോണി സെറ്റായി. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലാഗ് കൊണ്ടുവരാം. ജസ്റ്റ് ഒരു ആനിമേഷൻ കൊടുക്കാൻ വേണ്ടി PNG ആക്കി കൊണ്ടുവരിക. ഞാൻ ഓവർലോഡ് ക്ലിക്ക് ചെയ്തു, സംഭവം എത്തി. ഇനി ഞാൻ എസ് കൊടുത്തു, ആങ്കർ പോയിന്റ് വൈ കൊടുത്താണ്ട് ഇവിടെ വെച്ചു, ബി എടുത്തു, മൂത്തോളം എടുത്തു. ദെൻ ഒന്നുകൂടി എസ് കൊടുത്തു, സംഭവം ഒന്ന് സ്കെയിൽ ചെയ്താണ്ട് ഇത് ഏറ്റവും മുകളിൽ. അപ്പം നമ്മൾ കൺട്രോൾ ഓപ്പൺ ബ്രാക്കറ്റ് തോണിൻ്റെ ബാക്കോട്ട് ഇടണ്ടേ. ഓക്കെ, കൺട്രോൾ ഓപ്പണും കൺട്രോൾ ക്ലോസ് ബ്രാക്കറ്റും. ഓക്കെ, അങ്ങനെ സെറ്റായി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനൊന്നൊരു ആനിമേഷൻ കൊടുക്കണം. അതാകത്ത് എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ പോവാൻ എന്ത് എഫക്റ്റ് എടുക്കുകയാണെങ്കിലും എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് വേവ് വാർപ്പ്. ഓക്കെ, വേവ് വാർപ്പ് എടുത്തു. ആ പതാകൻ്റെ മേലെ കൊണ്ടുപോയിട്ടു. ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. ഉണ്ടല്ലേ, പതാക കാറ്റിന് ജസ്റ്റ് മൂവ് ആവാണ്. ഇനി നമുക്ക് തോണിക്ക് ആനിമേഷൻ കൊടുക്കണം. തോണിക്ക് ആനിമേഷൻ കൊടുക്കാൻ എന്ത് ചെയ്യണം, ഇത് കാണുന്ന തോണി ഇതല്ല തോണി. ഇത് വെക്കുമ്പോൾ ഇവിടെ എന്തോ കാണട്ടോ, എൻ്റർ വെക്കുക. മനസ്സിലാവാൻ വേണ്ടി ഞാൻ തോണിയിൽ പേരിട്ടു. എൻ്റർ അടിക്കാൻ നമുക്ക് പേരിടാം, അല്ല പേര് എൻ്റർ ചെയ്യാം. ഇതിന് ക്ലിക്ക് ചെയ്തു, അമ്പടോ ഉണ്ടാവും. അത് എൻ്റർ നോക്കി ഫ്ലാഗ്. ഓക്കെ, ഫ്ലാഗ് കൊടുത്തു. ഫ്ലാഗ് ഞാൻ കുറച്ചുകൂടി മേലോട്ട് കൊണ്ടുപോകണം. കൺട്രോൾ ഓപ്പൺ ബ്രാക്കറ്റ് അതിൻ്റെ പോയി തോന്നി ഫ്ലാഗ് അല്ല, കൺട്രോൾ ക്ലോസ് ബ്രാക്കറ്റ്
തോണീൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യണം? കുറച്ചും കൂടെ വന്നാണ്ടേ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ന്യൂവിൽ പോവുക, നൾ ഒബ്ജക്റ്റ്, ഇങ്ങനെ വൈറ്റ് ഒരു സാധനം വരും. നല്ല വൈറ്റ്, ഒന്നും ചിന്തിക്കണ്ട. കൺട്രോൾ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്താണ്ട് എന്ത് ചെയ്യുക? തോണിൻ്റെ ഫ്ലാഗിൻ്റെ മേലെ കൊണ്ടുപോയിടുക. എന്നിട്ട് തോണിയും ഫ്ലാഗും സെലക്ട് ചെയ്യുക. നിങ്ങളൊന്നും ചിന്തിക്കണം, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെയുണ്ട്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ചിഹ്നം കണ്ടില്ല, ഈ കർവ് ഇതെടുത്താണ്ട് നള്ളിക്ക് കണ്ടിടുക. അല്ലാതെ എന്താ പറയുക, നമ്മൾ തോണിക്ക് അനിമേഷൻ വേറെ കൊടുക്കണം, പതാകക്ക് വേറെ, തോണിക്ക് മാത്രം കൊടുത്താൽ ഈ പതാക അവിടെ നിൽക്കും, പതാകക്ക് മാത്രം കൊടുത്താൽ തോണിയും അവിടെ നിൽക്കും. അപ്പം രണ്ടിനും ഞാൻ കണക്ട് ചെയ്ത്, അപ്പം എനിക്ക് ഈ ഒന്നിന് അനിമേഷൻ കൊടുത്താൽ മതി. അപ്പം ഒന്നിന് അനിമേഷൻ കൊടുത്താൽ മതി നള്ളിന്. ഓക്കെ, അപ്പം നള്ള് ഞാൻ സെലക്ട് ചെയ്തു, പി നിൽക്കുക പൊസിഷൻ വരും. അപ്പം ഞാൻ സ്റ്റോപ്പ് വാച്ച് ഓണാക്കി. എന്ത് ചെയ്തു? സ്റ്റോപ്പ് വാച്ച് ഓണാക്കിയിട്ട് ഞാൻ ഈ തോണിനെ പുറത്തേക്ക്, എന്താ പാരൻ്റ് ആയിട്ടില്ല. അപ്പം എന്തോ ഒരു പ്രശ്നം വന്നിരിക്കുന്നു. തോണിനെ മാത്രം പിടിച്ചുകൊണ്ടിട്ടാണ് നള്ളിൽ വെച്ചു, പി കൊടുത്തു, സ്റ്റോപ്പ് വെച്ച് ഓണാക്കിയാലേ ഈ പോയിന്റ് വരുള്ളൂ കേട്ടോ. എന്നിട്ട് എൻഡിൽ കൊണ്ടുപോയി വെച്ചു. ഫസ്റ്റ് ആയില്ലേ, സ്റ്റോപ്പ് വാച്ച് ഓണാക്കി. എന്നിട്ട് ഞാൻ ഈ നള്ളെടുത്താണ്ട് ഇങ്ങനെ പുറത്തോട്ട് വെച്ചു. എന്നിട്ട് ഈ കേസർ എൻഡിൽ കൊണ്ടുപോയി വെച്ചാണ്ട് ഞാൻ വീണ്ടും തോണിനിതാ ഇങ്ങനെ കൊണ്ടുവരികയാണ്. കൊണ്ടു വെച്ചു. അപ്പോൾ 2 പോയിന്റ് ആഡായി. മനസ്സിലായില്ലേ? സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് വാച്ച് ഓണാക്കി, എന്നിട്ട് ഇവിടെ വെച്ച് തന്നെ മൂപ്പരെ പുറത്തേക്ക് ഇട്ട്, എന്നിട്ട് എൻഡിൽ കൊണ്ടുപോയി വെച്ചാണ്ട് നിങ്ങൾ നീക്കിയാൽ ഓട്ടോമാറ്റിക് ഇവിടെ ഒരു പോയിന്റ് വരും കേട്ടോ. നിങ്ങൾക്ക് അവിടെ നീക്കണമെന്നില്ല, ഇവിടെ നീക്കിയാൽ മതി. ഇതല്ലോ, പക്ഷെ ഞാൻ പിടിച്ച് കൊണ്ടുപോയതാണ് വേണ്ട പോകാൻ വേണ്ടി. അപ്പോൾ അതാ അപ്ലൈ ചെയ്തോട്ടെ. ഇപ്പോൾ തോണി ഇങ്ങനെ വരുന്നുണ്ടല്ലേ. നമുക്ക് ആന കൊണ്ടുവരണം, ഈ തോണിയിലൊരു മാവേലിനെ വെക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? കൺട്രോൾ ഐ നിൽക്കുക, നമുക്ക് സംഭവം എടുക്കുക. ഇവിടെ വെച്ചാൽ നമ്മളെ ഫയൽ ഇവിടെ വെച്ചാൽ കൺട്രോൾ ഐ. മൂപ്പര് നിങ്ങൾ PNG കൊണ്ടുവരി, എന്താ വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ഫോൾഡറിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇതാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുപോയിട്ട് ഇപ്പം എന്നുണ്ടോ, നമുക്ക് തോണിയിൽ വെക്കാനുള്ളതാ. ആദ്യം നമുക്ക് ഗ്രീൻ സ്ക്രീൻ കളയാം. എഫക്റ്റിൽ പോവുക, കീയിങ്, എന്താണ് കീയിങ്, ജസ്റ്റ് കീ ലൈറ്റ് എടുക്കുക, ഐ ഡ്രോപ്പർ എടുക്കുക, ഈ ഗ്രീനിൻ്റെ അവിടെ സെലക്ട് ചെയ്യുക. അപ്പം ആ ഗ്രീൻ സ്ക്രീൻ പോയി. ഇനി എന്ത് ചെയ്യാം? മൂപ്പര് നമ്മൾ തോണിയിലോട്ട് ഇറക്കുക. അപ്പോൾ മൂപ്പരുള്ളത് തോണീൻ്റെ മേലെയാണ്. അപ്പോൾ കൺട്രോൾ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്താൽ തോണിയിലോട്ട് ഇറങ്ങിക്കോളും. എന്നിട്ട് എസ് വെക്കുക, ഏതാണോ ലെയർ അതിൽ എസ് വെക്കുമ്പോൾ നമുക്ക് സംഭവം ഇതാക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഇല്ല, കണക്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നൾ ഒബ്ജക്റ്റ് ഇല്ലേ, ഒന്നും ചിന്തിക്കാനില്ല. ഈ സംഭവം കണ്ടില്ലേ, ഇത് നമ്മൾ നള്ളിലോട്ട് വലിച്ചിട്ടാൽ അത് നള്ളിൻ്റെ ചൈൽഡായി. ചൈൽഡ് എന്ന ഒരു ഫാമിലിയിലായി, പക്ഷെ ആയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം? നള്ളിൽ കൊണ്ടുപോയിട്ട് ഇവിടെ മാറും. എന്ത് പറ്റി? എന്തോ പ്രശ്നം വന്നപ്പോൾ നോക്കാം.
എന്ത് ചെയ്യണം? ഒന്നും നോക്കണ്ട, പോയിന്റ് ഡിലീറ്റ് ചെയ്യുക, മൂപ്പരെ കയറ്റിയിട്ട് തോണിയിൽ നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ജസ്റ്റ് നമ്മൾ കൊണ്ടുവന്നു തോണി ഇപ്പോൾ ഇവിടെ അതാദ്യം പോയോ. ഇതുവരെ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നള്ള് സെലക്ട് ചെയ്താൽ പിന്നെ ഈ സംഭവമല്ലേ, ഇതാണ് നൾ ഒബ്ജക്റ്റ്. ഇത് പിടിച്ച് മൂവ് ആക്കിയാൽ മതി കേട്ടോ. അല്ലാതെ മാത്രം പിടിച്ചാൽ മാത്രം മൂവ് ആവാൻ വേണ്ടിയില്ലേ. കൺട്രോൾ സെറ്റ് അടിക്കുക. നമ്മൾ ഇതാണ് നമ്മൾ നൾ ഒബ്ജക്റ്റ്, ഈ റെഡ്, ഇതിൽ റെഡ്, ഇവിടെ വൈറ്റ് വരുന്ന നൾ ഒബ്ജക്റ്റ്, അത് പിടിച്ച് മൂവ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാവേലിനും കൂടി പേരല് ചെയ്യുക. ഇതാണ് മാവേലിൻ്റെ ലെയർ. ഇതെടുത്ത് നമ്മൾ നള്ളിലോട്ട് വലിച്ചിട്ടു. മാവേലി സെറ്റായത് ശരിയായില്ലല്ലേ. മാവേലി നമ്മൾ ഒന്നുകൂടി വലുതാക്കാം. ജസ്റ്റ് സ്കെയിലോ പിടിക്കുക, വലുതാക്കുക. മാവേലിനെ കാണണ്ടേ, PNG എന്താ വെച്ചാൽ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഇപ്പം മൂപ്പരയുടെ സെറ്റായി. അതായത് നള്ളായി എന്നെങ്ങനെ അറിയാമല്ലോ. ഇപ്പം മാവേലി ഇവിടെ, ഇപ്പം നള്ളിൻ്റെ ലെയേഴ്സ് 3 ഇവിടെ ഉണ്ടില്ലേ, അത് ഇവിടെ ഉണ്ടല്ലോ 3 വന്നിട്ട് 3 നള്ളിൻ്റെ പേരുണ്ടായിരിക്കണം. അപ്പം ഇനി നമ്മളെന്ത് ചെയ്യാം, നൾ ലെയർ സെലക്ട് ചെയ്തു, P കൊടുത്തു, സ്റ്റോപ്പ് വാച്ച് ഓണാക്കി. ഇത് നമ്മൾ ആയില്ലേ, മൂപ്പര് നമ്മൾ പുറത്തോട്ട് വെച്ചു. ദെൻ കേസർ എൻഡിൽ കൊണ്ടുപോവുക. ഈ നള്ളുമ്മ പിടിച്ചാണ്ട് ഇവരിങ്ങനെ പോട്ടെ. ഓക്കെ, നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഓ, ഇത് ആനിമേഷൻ ഇതായില്ല കേട്ടോ. വേവാർപ്പ് ഞാൻ പറഞ്ഞില്ല, എമൗണ്ടിലും സൈസിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ല, എങ്ങനെയാണ് ആനിമേഷൻ ചെയ്ത് വേവ് ഉണ്ടാക്കുക ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ലീഫുമ്മ ഞാൻ സെലക്ട് ചെയ്തു. അതിന് ചെറിയൊരു കണക്കം കൊടുക്കുക. ലീഫുമ്മ സെലക്ട് ചെയ്യുമ്പോൾ ഇതാണ് ലെയർ. നമുക്കിവിടെ തൊട്ടാലും അറിയാം ഏതാ കത്തനാണ്. ഇതാണ് ഞാൻ അതിന് 6 കൊടുത്തു. അതായത് റൊട്ടേഷനാണ് അതിൻ്റെ സംഭവം. സ്റ്റോപ്പ് വാച്ച് ഓണാക്കി ഒരു സെക്കൻഡ് നീക്കി വെച്ചു. ദെൻ റൊട്ടേഷന് ഒരു 5, 6, 5, 6, 7 അങ്ങനെ പോകാം. ഞാനൊരു 6 കൊടുത്തു. ദെൻ രണ്ടാമത്തെ സെക്കൻഡിൽ പോവുക. 6 കൊടുത്തെങ്കിൽ -6, 7 കൊടുത്തെങ്കിൽ -7, -7 കൊടുത്തു. അതായത് തിരിച്ചങ്ങോട്ട് പോകണ്ടേ. ഇപ്പം 3 അതായത് ഇത് ഓണാക്കി ഇവിടെ വെച്ച് 6 കൊടുത്തു, ഇവിടെ വെച്ച് -6. ഇപ്പോൾ കണ്ടിട്ടത് ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയി. ആണുണ്ടോ നമുക്ക് ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇത് 3 സെലക്ട് ചെയ്യുക, Ctrl+C, മൂന്നാമത്തെ സെക്കൻഡിൽ പോവുക, Ctrl+V, ദെൻ വീണ്ടും 6ാമത്തെ സെക്കൻഡിൽ പോവുക. 6അല്ല, അതിൻ്റെ ബാക്കിക്ക് ഓരോ ഇത് വെച്ചാൽ ഓരോ പാർട്ടായിട്ട് സെക്കൻഡ് Ctrl+V. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇവർക്ക് സെയിം ആനിമേഷൻ തന്നെയാണ്. അപ്പം നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്യുക, ഈ ഇത് മൊത്തം ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ നീങ്ങിപ്പോകും. Ctrl+Z അടിക്കുക, ഇവിടെ വെച്ച് ഇങ്ങനെ സെലക്ട് ചെയ്യുക, Ctrl+C കൊടുത്തു, ഇതിമേ പോയി ടച്ച് ചെയ്ത്. അപ്പോൾ ലെയർ ഏതാ കാണും, ഇതാണ് ലെയർ. എന്നിട്ട് നമ്മളത് സ്റ്റാർട്ടിങ് കൊണ്ടുപോയാണ്ട് കഴ്സർ സ്റ്റാർട്ടിങ് വെക്കണം. എവിടുന്ന് വേണ്ട വെച്ചാൽ Ctrl+V. അപ്പോൾ കാണില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ U നോക്കി നോക്കുക. കാണാഞ്ഞാലേ സംഭവം യുവിൻ്റെ ഉള്ള ഹൈഡായി കിടക്കുക, അതിനാണ് ഷോർട്ട് കട്ട് U. ഇപ്പം നമ്മൾ ലീഫിന് കൊടുത്തു, പതാക, തോണി, മൂപ്പര് പോവാണ്. ഓക്കെ, ഈ വെള്ളത്തിനും ഇതൊക്കെ നമുക്ക് വർക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, എമൗണ്ടും സൈസിൻ്റെ കൂടെ നമുക്ക് കറക്റ്റ് കൊടുക്കാം. അതിന് കറക്റ്റ് സമയം ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് 1 മണിക്കൂറും അരമണിക്കൂറൊക്കെ ആവും. ഞാൻ മാക്സിമം ചുരുക്കാൻ നോക്കാം. അപ്പോൾ അതായി. ഇനിയിപ്പോൾ എന്താ ഉള്ളത് നോക്കട്ടെ. ഇനിയിപ്പോൾ എന്താ ഈ പേര് തന്നെ കാണിച്ചത്. ജസ്റ്റ് ഇപ്പം നിങ്ങളെ കമ്പനീൻ്റെ പേര് എന്താണ്, അത് ബേസിക് കേട്ടോ. ഞാൻ ഒന്നും അറിയാത്തവർക്ക് ഇതൊക്കെ സംഭവിക്കാറ്. അപ്പോൾ ഓർക്ക് പഠിക്കാൻ വിചാരിച്ചാണ്ട് അങ്ങനെ ഞാൻ ടൂൾ എടുത്തു. മാജി സ്റ്റുഡിയോ. ഓക്കെ, ജസ്റ്റ് ഇതാണ് കളറ്. ഇത് വയ്ക്കുക, അതൊക്കെ കളർ മാറ്റാം. സ്ട്രോക്കും ഉണ്ട്. സ്ട്രോക്കിൻ്റെ അതിൻ്റെ അടിയിലുണ്ടല്ലോ സ്ട്രോക്കിൻ്റെ ഇത് കൂട്ടാൻ. തൽക്കാലം ഒരു 3 നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ മേലല്ല, അപ്പം Ctrl
ഓപ്പൺ ബ്രാക്കറ്റ് താഴോട്ട് പോയി. തൽക്കാലം ഇത് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ലെയർ. സ്റ്റാർട്ടിങ് കൊണ്ടേക്കാം. ഇപ്പം നമുക്ക് മാവേലി ഒന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മളെ കമ്പനീൻ്റെ പേര് വരിക. നിങ്ങൾക്ക് എന്താ കമ്പനി? ജസ്റ്റ് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി കേട്ടോ. അത് നിങ്ങൾക്ക് ഇതാക്കാം. ഇതിൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞല്ലോ 2-3 മിനിറ്റിൻ്റെ ആക്കി ഇങ്ങനെ വിടണം വിചാരിക്കുന്നുണ്ട്. പഠിക്കണം എന്നുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആഫ്റ്ററിൻ്റെ ട്യൂട്ടോറിയൽസാണ് ചാനലിൽ വരിക. അപ്പോൾ ഞാൻ ഇതാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ഞാൻ താഴോട്ട് കൊണ്ടുപോയി വെച്ചേക്കാം. കീ ഫ്രെയിം ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഞാൻ മാജിയിൽ ആ ടെക്സ്റ്റിൽ പോയാണ്ട് പി കൊടുത്തു. ഓണാക്കിയപ്പം വന്നു. എന്നിട്ട് ഇവിടെ മാവേലിൻ്റെ ഇവിടെ എത്തുമ്പോൾ നമ്മളെ കമ്പനീൻ്റെ പേര് കണ്ട് മേലോട്ട് വരിക. നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇതാക്കാം. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതാ. പിന്നെ ഗ്രാഫ് ഉണ്ട്, അനിമേഷൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ട്. ഞാൻ ആഫ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഡെപ്തായിട്ട് ഒരുപാടുണ്ട്. ഒക്കെപാട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. തലക്കാലം ഞങ്ങൾക്ക് ഇത് ചെയ്യാതാ അങ്ങനായി. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് ഇതാക്കിക്കല്ലേ. നിങ്ങളെന്ത് ചെയ്യുക? അപ്പോൾ ഫസ്റ്റത്തത് ഞാൻ ഓണാക്കി. ഇതുണ്ടോ? ഇതാണ് താഴോട്ടും മേലോട്ടും. കൺട്രോൾ സെറ്റ് കൊടുത്തിട്ട് കേട്ടോ. ഈ ഫ്രെയിം പോയി. ഇതാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടില്ലേ? പക്ഷെ നമുക്ക് ഇങ്ങനെ ആക്കാം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ മാനുവലി ഇങ്ങനെ ആക്കി. ഓക്കെ, ഈ രണ്ടും സെലക്ട് ചെയ്ത് F9 കൊടുക്കണേ കൊടുക്കാം. ഒരു സ്മൂത്ത് സംഭവം കിട്ടാൻ. ഓക്കെ, ഒരു സ്മൂത്ത് ഗ്രാഫിനെ കുറിച്ച് പഠിക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ തൽക്കാലം F9 കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കീ ഫ്രെയിമിന് പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ F9 കൊടുത്തപ്പോൾ ഇതിൻ്റെ ഷേപ്പ് തന്നെ മാറി. ജസ്റ്റ് ഒരു സ്മൂത്ത് അനിമേഷനാണ്. അതിൻ്റെ ടെക്നിക്സും ഉണ്ട് ഒക്കെ. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇപ്പം നമ്മളിതിന് പൊസിഷനിൽ കൊടുത്തു. ഇനി ഞാൻ സ്കെയിലും കൂടി കൊടുത്തു കേട്ടോ. എസ് കൊടുത്തു. അപ്പം ഇതിൻ്റെ മറ്റേ കാണില്ലല്ലോ. അതും രണ്ടും നമ്മൾ കൊടുത്തൊക്കെ കാണാൻ ഷിഫ്റ്റ് U. ഇതാണ് നമ്മൾ കൊടുത്ത പൊസിഷന്. ഇനി അതിന് സ്കെയിലും കൂടി കൊടുക്കുകയാണ്. സ്കെയിലിൽ പോയി ഫസ്റ്റ് അത് ഇതാക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഇതാണ്ടില്ല ഇവിടെ ഫസ്റ്റ് ചെറുതാക്കണം. പിന്നെ ടെക്സ്റ്റ് വളരെ ചെറുതായി. എന്നിട്ട് ഇവിടെ വെച്ചെത്തുമ്പോൾ അത് വലുതായി ഇങ്ങനെ വരണം. മേലോട്ട് പൊന്തി വരും വേണം. നമ്മളെ ടെക്സ്റ്റ് നമ്മൾ കമ്പനീൻ്റെ പേര് വലുതായി കാണും വേണം. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പീഡിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇത് F9 ആക്കുകയാണ്. F9 കൊടുത്ത് F9 കൊടുത്തപ്പോൾ കണ്ടില്ലേ ഷേപ്പ് മാറി. ഇതിൻ്റെ ഒക്കെ കണ്ടില്ലേ ഞാൻ കൊടുത്തില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഇത് കുറച്ച് ശകലം ഒന്ന് വിട്ടേക്ക് വെക്കുക. അതായത് പെട്ടെന്ന് വരുന്നില്ല. വിട്ട് വെക്കും തോറും നല്ല വരിക. എടുത്ത് വെച്ചാൽ ചടാർന്നാണ്ട് വരും. അങ്ങനെ അതാണ്. നല്ല വന്നാൽ മതി സ്മൂത്തായിട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ മാവേലി ഇങ്ങനെ പോകുന്നത് ഇത്ര നേരമായി. പിന്നെ ഇതുണ്ടോ? ഇതിൽ കാക്കകൾ വാരുണ്ട് മേലെ. അതിന് നമുക്ക് ഗ്രീൻ സ്ക്രീൻ എടുക്കാം. ഞാൻ അടുത്ത ചെണ്ടോ നോക്കട്ടെ. എവിടെയോ ആണ് ഡൗൺലോഡ് ചെയ്ത് വെച്ച്. കിട്ടുമെന്നറിയില്ല. ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കിട്ടിയ ഞാൻ കാണിച്ചത്. സ്ലോ അല്ല. നെഹി. ഓക്കെ, ഞാൻ എൻ്റെ ഫോൾഡറിൽ ഉണ്ടാക്കട്ടെ. ഇല്ല, അത് ഞാൻ നിങ്ങൾക്ക് മാവേലിനെ വെച്ചാൽ നല്ലില്ല. കീങ്ങിൽ പോയേണ്ട ഗ്രീൻ സ്ക്രീനോ നോക്കി. അതാണ് സംഭവം. ഇനി അതല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റേ വെക്ടർ എടുത്താണ്ട് പപ്പറ്റ് ടൂൾ വെച്ച് ചെയ്യുക. പൊസിഷൻ കൊടുത്തൊക്കെ ചെയ്യട്ടോ. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ എന്താ മെയിനായിട്ട് ഇപ്പോൾ ഇത് കാണിച്ചു തരാനും പിന്നെ ഈ റൊട്ടേഷനും ഒരു അനിമേഷൻ കാണിച്ചു തരാനും ഞാൻ കമ്പനീൻ്റെ പേര് കൊണ്ട് വരുന്നത് കാണിച്ചു തരാം. ഞാനത് പറ്റി ടെക്സ്റ്റ് അനിമേഷൻ ചെയ്യാം. സമ്മതി നമുക്ക് ഇതിന് സൗണ്ട് കൊടുക്കണ്ടേ? സൗണ്ട് കൊടുക്കാൻ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നിന്നോ എവിടെ നിന്നാ സൗണ്ട് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഏതൊക്കെ കാണിച്ചു തരും. ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കിട്ടിയതെടുത്തു. ഏറ്റവും എൻഡിൽ സൗണ്ടാണ് നമ്മൾ എൻഡിൽ പോകേണ്ടത്.
ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിനെ താനെ പോകുന്നേ കൂട്ടോ. ഇതുണ്ട് ഈ കണ്ണിൻ്റെ ചിഹ്നം ഓഫാക്കുക, നമുക്ക് ഒള്ളി സൗണ്ട് മതി. ഓണത്തിന് തീം പാട്ട് മാറിയേ, നമ്മൾ വെച്ച പാട്ട് ഇതേനു. ഓക്കെ, സംഭവം കാണിച്ചതാണ്, എക്സ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. നമ്മളിത് സെറ്റ് ചെയ്ത് നമുക്ക് സംഭവം ഇതിൻ്റെ ഔട്ട് എടുക്കണ്ടേ. ഇത് 2024 ആഫ്റ്റർ ഫയലില് എക്സ്പോർട്ടിൽ പോവുക, എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുക. എൻ്റർ ക്യൂവിൽ ബെസ്റ്റ് ക്വാളിറ്റി വെക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും, ഒന്നും നോക്കണ്ട, ഓക്കെ കൊടുക്കുക. മാച്ച് സോഴ്സ് ക്ലിക്ക് ചെയ്യുക, ഒന്നും നോക്കണ്ട, ഇങ്ങനെ കൊടുക്കുക. ദെൻ ഔട്ട്പുട്ട് സംഭവമല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്കാണ് വഴി കാണിച്ചു കൊടുക്കുക, പൊസിഷൻ. ഇപ്പം ഞാൻ അത് കൊടുത്ത്, ഇപ്പം ഞാൻ എന്താ പേരിടുക, ഓണം കൊടുത്ത് ഒന്നും ചിന്തിക്കണ്ട, റെൻഡർ കൊടുക്കുക. നല്ല റെൻഡർ ആവുന്ന ഫയല്. ഓക്കെ, നമുക്ക് ഡൗൺലോഡ്സ് പോയി നോക്കാം. ഓണം ഇതാണെന്നില്ല, ഓണം ഓപ്പൺ വിത്ത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ദെൻ എന്ത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി.